പറയാ. ഇല്ലില്ല, അങ്ങനെ എല്ലാ തവണയും ഉണ്ടാകുന്നൊന്നുമല്ല അതൊന്നും. നമുക്ക് 1000 കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത ജനിതകമായ സാമ്യമുള്ളവർ തമ്മിൽ ഉണ്ടാകും എന്നറിവാ. അത് മനുഷ്യർക്കുള്ള അറിവല്ല, ഈ ജീവികളിലെല്ലാം ഉള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന പോയിന്റ് അത് ഇപ്പൊ ഈ ആട് അല്ലെങ്കിൽ ആടിനെല്ലാം അങ്ങനെ തന്നെയാണ്. അവര് ഏറ്റവും അടുത്ത ജനിതകമായി ബന്ധമുള്ളവർ തമ്മിൽ ബന്ധം ഉണ്ടാക്കത്തില്ല. അല്ലാതെ മൃഗങ്ങളെല്ലാം അങ്ങനെ അല്ല എന്ന് വിചാരിക്കരുത്. ഒന്നുകൂടി പറഞ്ഞു. മൃഗങ്ങൾ, നമുക്കറിയുന്ന മാമൽസ് എന്ന് പറയുന്ന മനുഷ്യനെ പോലുള്ള എല്ലാ ജീവികളിലും ഈ അറിവുണ്ട്. ജനിതകമായി അടുപ്പമുള്ളവർ തമ്മില് ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അറിയാം. എല്ലാ ജീവികൾക്കും അറിയാവുന്ന അറിവാണ്. പക്ഷെ എന്നിട്ട് പിന്നെ അവര് ക്രോസ് ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. ഇവിടെ അമ്മാവന്റെ മക്കളെയൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട്. ഇത് ജനറൽ ആയിട്ടുള്ള അറിവാണ്. അല്ല, അവർക്ക് അവർക്ക് അങ്ങനെ അറിവുണ്ട്. പക്ഷെ പിന്നെ എന്നിട്ട് അവരെന്തുകൊണ്ട് ചെയ്യണം? അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ അമ്മാവന്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിക്കുന്നില്ലേ ഈ നാട്ടിലുള്ളവര്? അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് അത് മാറി വരുന്നുണ്ടല്ലോ. ഇല്ലല്ല, അത് മാറി വരുന്ന കാര്യമൊന്നുമല്ല ഈ പറയുന്നേ. ഞാനീ പറയുന്നത് 100% വൈകല്യം ഉണ്ടാകുന്നതിനുള്ള തെളിവുള്ളതല്ല ഇതൊന്നും. അപ്പൊ ഇതൊന്നും ഒരു തെറ്റല്ല, ഒന്നും തെറ്റല്ല. തെറ്റും ശരിയും മനുഷ്യനിർമ്മിതമാണ്. ലോകത്ത് തെറ്റെന്ന് പറയുന്നത് ഒരു നിയമം